ഓക്കെ സർ. സർ എന്താ സർ, ഞങ്ങൾ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാർ ആർക്ക് ഏജൻസിയിൽ ഒന്ന് വിളിച്ച് ചോദിക്കുക. സർ, നിത്യ ഒരു ടീച്ചറാ, ഒരുപാട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളെ സ്റ്റേഷനിൽ അതെന്താടോ, ഞങ്ങൾക്കാർക്കും കുഞ്ഞുങ്ങളും ബന്ധുക്കളൊന്നും ഇല്ലേ? കുട്ടികളെ പഠിപ്പിക്കുന്നവർ സ്റ്റേഷനിൽ നിന്നെന്താ കുഴപ്പം? പ്ലീസ് സാറിന്റെ സംസാരം കേൾക്കുമ്പോ നിങ്ങൾ എല്ലാവരും കൂടി കരുതി കൂട്ടി ഞങ്ങൾ ഉപദ്രവിക്കുകയാണെന്ന് തോന്നുന്നത്. അപ്പൊ കേട്ടോ സാറേ, സാറ് വേറെ ആരുടെയോ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചോണ്ട് ഇവരെ രണ്ടുപേരെയും കരുതിക്കൂട്ടി അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നതാണെന്ന്. സർ, നിത്യ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ പറയുന്നൊക്കെ ശരിയായിരിക്കും. അബദ്ധത്തിൽ ഞങ്ങൾ പോയ ഹോട്ടലില് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ കുറ്റക്കാരെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ അതിന് പഴിചാരേണ്ടത് ഞങ്ങളെ അല്ല. പിന്നെ ആടാ, നീ എന്നെ പോലീസ് പണി പഠിപ്പിക്കണോ? സാറ് ചെയ്യുന്ന പണിയുടെ പേര് പോലീസ് പണി എന്നല്ല, അതിന് നാട്ടിലെ പേര് വേറെ. അയ്യോ, നീ ആരാടാ പോലീസിനെ കൈപിടിക്കാൻ? നിനക്ക് എന്താണോ അധികാരം? സംശയിക്കാനുണ്ടോ സാറേ? ഏതെങ്കിലും ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പിടിച്ചു കഴിഞ്ഞാ ഉടനെ വരുമല്ലോ അവളുടെ പറ്റുകാര്. സാറേ, ഇവരെ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ഇവർ ഭാര്യയും ഭർത്താവുക. ഹരി ഒരു നല്ല സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. നിത്യ സ്കൂൾ ടീച്ചറാ.